എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വെസ്റ്റ് ഇൻഡീസിനെ ടെസ്റ്റ് പരമ്പരയിൽ ദയനീയമായി തകർത്തതിനു ശേഷം ഇന്ത്യൻ ടീം ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരായ 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പര കളിക്കാൻ പൂർണ്ണ സജ്ജരായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആവേശകരമായ പരമ്പരയുടെ തുടക്കത്തിൽ തന്നെ ഓസ്ട്രേലിയക്ക് ഒരു ഷോക്ക് നൽകാൻ തരത്തിൽ ടീം ഇന്ത്യയുടെ ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ തന്റെ ഫൈനൽ പ്ലേയിങ് 11 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ കങ്കാരുക്കളെ അവരുടെ മണ്ണിൽ തന്നെ കീഴടക്കാൻ ഇന്ത്യൻ ടീം ഒരുങ്ങുകഴിഞ്ഞു. ഈ പ്ലേയിങ് 11-ൽ ഗംഭീർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയൻ ടീമിനെ ആദ്യ മത്സരത്തിൽ തന്നെ നിലം പരിശാക്കാൻ കഴിവുള്ള ഏറ്റവും അപകടകാരികളായ കളിക്കാരെയാണ്. ടീം ഇന്ത്യയുടെ ഈ ഫൈനൽ 11 കണ്ടതോടെ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് പോലും ഞെട്ടിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യ ഏകദിന മത്സരം ഓസ്ട്രേലിയയിലെ ഓപ്റ്റിസ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നടക്കുക. ഏകദിന ഫോർമാറ്റിലെ ഏറ്റവും കരുത്തരായ 2 ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ ഈ മത്സരം തീർച്ചയായും ആവേശത്തിന്റെ കൊടുമുടി കയറും. അതുപോലെ ഇതുവരെ ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ 152 മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഓസ്ട്രേലിയ 84 വിജയങ്ങളും ഇന്ത്യ 58 വിജയങ്ങളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ കണക്കുകൾ ഓസ്ട്രേലിയക്ക് നേരിയ മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും അവസാനമായി ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ഓസ്ട്രേലിയയെ ഇന്ത്യ തകർത്തിരുന്നു. അതുകൊണ്ട് ചരിത്രം ഇവിടെ ഒരു വിഷയമാവില്ല, കളിക്കളത്തിലെ പ്രകടനമാണ് പ്രധാനം. ഇനി ഗൗതം ഗംഭീറിന്റെ ആ 11 കൊലയാളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ പടയെ നമുക്ക് ഒന്ന് നോക്കാം. അതിൽ ഓപ്പണിംഗിനായി ഹിറ്റ്മാനും ക്യാപ്റ്റൻ ഗില്ലും എത്തും. ഇന്ത്യൻ ഇന്നിംഗ്സിന് തീപ്പൊരി തുടക്കം നൽകാൻ ഹിറ്റ്മാനായ രോഹിത് ശർമ്മയുണ്ടാകും എന്നതാണ് ഈ മത്സരത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഏകദിനത്തിലെ 3 ഇരട്ട സെഞ്ചുറികളാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. രോഹിത്തിനോടൊപ്പം ഇന്നിംഗ്സ് തുറക്കുന്നത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ്. നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ഓപ്പണർമാരിൽ ഒരാളാണ് ഇദ്ദേഹം. മധ്യനിരയിൽ വിരാട് കോഹ്ലിയുടെ തിരിച്ചുവരവാണ്. ഓസ്ട്രേലിയക്കെതിരെ ടീം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി കിങ് കോഹ്ലിയാണ്. സമ്മർദ്ദ നിമിഷങ്ങളിൽ തകർപ്പൻ പ്രകടനം നടത്തി ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ചേസ് മാസ്റ്റർ തിരികെ എത്തിയത് ടീമിന്റെ കരുത്ത് 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. മധ്യനിരയിലെ വിശ്വസ്തനായ ഈ താരമായി ശ്രേയസ് അയ്യർ എത്തുമ്പോൾ ഏകദിനത്തിൽ 4-ാം നമ്പറിൽ നടത്തുന്ന മികച്ച പ്രകടനങ്ങൾക്ക് പേരുകേട്ടതാണ് താരം. സ്പിൻ ബൌളർമാർക്കെതിരെ മികച്ച പ്രഹരശേഷി ഇദ്ദേഹത്തിനുണ്ട്. തൊട്ട് താഴെ തകർപ്പൻ ഫോമിലുള്ള രാഹുൽ വിക്കറ്റിന് പിന്നിലും മുന്നിലും ടീമിന് മുതൽക്കൂട്ടാകും. ഇനി ഓൾറൗണ്ടർമാരെ നോക്കിയാൽ ഹാർദിക്കിന് പകരം യുവതാരം അക്സർ പട്ടേൽ ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ തിളങ്ങുന്ന താരമാണ്. ടീമിന് ആവശ്യമായ ബാലൻസ് നൽകാൻ അദ്ദേഹത്തിന് ആകും. അതുപോലെ പരിക്കേറ്റ ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ യുവ ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയെയും പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബൌളിംഗ് കുൽദീപും സിറാജും നയിക്കും. നിലവിൽ ഏറ്റവും മികച്ച ഫോമിലുള്ള സ്പിൻ മാന്ത്രികനാണ് കുൽദീപ്. ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർക്ക് എന്നും തലവേദനയാണ് ഇദ്ദേഹത്തിന്റെ ഗൂഗ്ലികൾ. മാത്രമല്ല ഓസ്ട്രേലിയൻ പിച്ചുകളിൽ പേസർമാർക്ക് ലഭിക്കുന്ന പിന്തുണ മുതലെടുക്കാൻ സിറാജിന്റെ കൃത്യതാർന്ന ബൌളിംഗിനും കഴിയും. മറ്റൊന്ന് പേസർ ഹർഷിത് റാനയാണ്. ഗംഭീറിന്റെ പിന്തുണയുള്ള യുവ പേസറായ ഹർഷിത് റാനക്ക് ടീമിൽ അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പ്രസിദ്ധ കൃഷ്ണയുടെ പേസും ബൗൺസും ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർക്ക് വെല്ലുവിളിയാകും. ചുരുക്കത്തിൽ പരിചയസമ്പന്നരായ രോഹിത്, കോഹ്ലി എന്നിവരും യുവതാരങ്ങളായ ഗിൽ, നിതീഷ് റെഡ്ഡി എന്നിവരും ചേരുന്ന ഈ ടീം ഓസ്ട്രേലിയക്ക് ഒരു ശക്തമായ വെല്ലുവിളി ഉയർത്തുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗൗതം ഗംഭീർ തിരഞ്ഞെടുത്ത ഈ ടീമിന് ആദ്യ ഏകദിനത്തിൽ ഓസ്ട്രേലിയയെ തകർത്ത് പരമ്പരയ്ക്ക് ഒരു സ്വപ്ന തുടക്കം നൽകാൻ കഴിയുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. മാത്രമല്ല ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.